ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യതീന്ദ്രൻ ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയ പത്മ പിന്നീട് ഒരു ഫോൺ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ താൻ ആ ഫോൺ കോൾ ചെയ്യുന്ന ആരും കേൾക്കരുതെന്നുണ്ട്. നമുക്ക് മുന്നിലും അത് വ്യക്തമാക്കുന്നില്ല. അങ്ങനെ എന്തൊക്കെയോ പത്മ ആരോടോ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് പറയുന്നത് പത്മ എൻ്റെ ചെക്കിൻ്റെ അടിയിൽ അവളുടെ സൈനിങ് ഒരിക്കലും വരാൻ പാടില്ല, അതിനുള്ള പണി ചെയ്തിരിക്കണം, ശരി ഞാൻ ചെയ്തോളാം എന്നും അയാൾ തിരിച്ച് പറയുന്നുണ്ട്. ഇതേസമയം സന്തോഷത്തോടു കൂടി പത്മ അവിടെ വന്ന് കിടക്കുന്നു കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവുന്ന ആ രംഗമാണ്. അങ്ങനെ നന്ദിനിയാണെങ്കിലോ നേരം വൈകി എണീറ്റിരിക്കുകയാണ്. അപ്പോൾ അത് കനകത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടില്ല. കനക ദേഷ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോഴാണ് നന്ദിനി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്നിട്ട് നന്ദിനി പറയാണ്, ദേ രാജുവേട്ടാ, ഞാൻ ഇന്നലെ രാത്രി കുറച്ച് ഉറങ്ങിപ്പോയി, നേരം വൈകി ഉറങ്ങാൻ, അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ കുറച്ച് ഉറങ്ങിപ്പോയി. രാജുവേട്ടനെ എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? അയ്യോ എന്തിനാ മോളെ അതിൻ്റെ ആവശ്യം? എൻ്റെ മോൾക്ക് എത്ര വേണമെങ്കിലും കിടന്നുറങ്ങായിരുന്നല്ലോ. അത് കേട്ട ഉടൻ തന്നെ അത് അത്ര കനകത്തിന് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അങ്ങനെയല്ല രാജുവേട്ടാ, ഞാനിവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട ആളല്ലേ. അപ്പം ഞാൻ എന്തായാലും നേരത്തെ നീക്കേണ്ട ആളല്ലേ. എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഇവിടുത്തെ ആരാണെന്ന് നിനക്കറിയില്ലേ? അത് കേൾക്കുന്നതിനോടുകൂടി അത്രയങ്ങ് ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കനകത്തിനാണ് ഇഷ്ടപ്പെടാത്തത്. അങ്ങനെ പിന്നീട് വീണ്ടും പറയണേ, ദേ മോളെ നീ അടുക്കളപ്പണിയൊന്നും ചെയ്യണ്ട, നീ അകത്ത് കയറിപ്പോ. അത് കേൾക്കുന്ന രാജേട്ടാ, ഞാൻ അടുക്കളപ്പണി ചെയ്യാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അതെ, നീ ഇവിടത്തെ ആരാണെന്ന് നിൻ്റെ വിചാരം? നീ ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ പണിയെടുക്കുന്ന എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്ന ആ ആളല്ലേ? അതായത് നീയെ ഒപ്പിട്ടാലല്ലേ മറ്റുള്ളവർക്ക് ശമ്പളം കിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് പണിയെടുക്കാൻ പാടില്ലെന്നോ? എന്താ മോളെ നീ പറയുന്നത്? നീ ഇവിടുത്തെ അടുക്കളക്കാരിയൊന്നുമല്ല, നീ സൂര്യസാറിൻ്റെ ഒപ്പം നടക്കേണ്ടവളാണ്. ഇനിയിപ്പോൾ നീ കമ്പനിയിലോട്ട് പോകുന്നുണ്ടോ ഒന്നും പറയാൻ പറ്റത്തില്ല. ദേ രാജേട്ടാ, ഒന്നും മിണ്ടാതിരുന്ന മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്നത്. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഞാൻ ഇവർക്കിടയിലുള്ള വഴക്കിനിടയിൽ ഞാൻ ആരൊക്കെയോ ആയി മാറുന്നു, അത് എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല. രാജേട്ടാ, നിങ്ങൾ എടുത്ത പച്ചക്കറി വാങ്ങാനുള്ള സാധനം, അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി നിനക്കിതിന് താല്പര്യമില്ലെങ്കിൽ നീ അത് അപ്പം തന്നെ തുറന്ന് പറഞ്ഞാൽ പോരെ എന്നങ്ങ് കനകം പറയണം കേട്ടോ. അത് കേൾക്കുന്ന രാജു പറയണം, അവളുടെ ഒരു കുശുമ്പ്, നിനക്ക് ഇത്ര കുശുമ്പ് പാടില്ല കനകം. നീ എന്തിനാ ഞാൻ ഇവള് സംസാരിക്കുന്നതിടയിൽ കയറി സംസാരിക്കുന്നത്? ഞാനും ഇവിടുത്തെ ആരൊക്കെയാണെന്ന് നിനക്ക് പറഞ്ഞു തരേണ്ട. എന്നാൽ നന്ദിനിയുടെ ഔദാര്യത്തിന് വന്നവളാണ് നീ, അത് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് നന്ദിനിക്ക് എന്തെങ്കിലും നല്ല കാലം വരുമ്പോൾ നീ കുശുമ്പളകിയിട്ടൊന്നും കാര്യമില്ല. എന്നിട്ട് പറയണേ, നീ ഇവിടുത്തെ സ്റ്റോർ റൂമിൽ കിടക്കുമ്പോൾ നന്ദിനി കിടക്കുന്ന ഇവിടെ സൂര്യസാറിൻ്റെ കട്ടിലിനൊപ്പം, അത് നീ മനസ്സിലാക്കണം. എന്നിട്ട് നീ സംസാരിക്കുന്നത് എന്താ ഇങ്ങനെയൊക്കെ? അത് കേൾക്കുന്നതിനോട് കൂടി കനകം പറയണേ, എനിക്ക് കുശുമ്പൊന്നുമില്ല. പിന്നെ കുശുമ്പില്ലായിട്ടാണോ നീ ഇങ്ങനെ ഒരു സംസാരം നന്ദിനിയോട് സംസാരിച്ചത്? അത് നീ സംസാരിക്കാൻ പാടുമോ എന്നൊക്കെ രാജു പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ നന്ദിനി പറയണേ, രാജേട്ടാ ഒന്ന് നിർത്തിയേ, അവളെന്തോ പറഞ്ഞു, അത് ഇരിക്കട്ടെ, അത് വിഷയമാക്കണ്ട. എന്തായാലും ആ പച്ചക്കറി മേടിക്കാനുള്ള ആ കിറ്റിങ് എടുത്തേ. അത് കേട്ടോടെ മോളെ, നീ പച്ചക്കറി മേടിക്കാൻ പോവുകയാണോ? അതൊന്നും നടക്കില്ല, സൂര്യ സാർ എന്നെ വഴക്ക് പറയും. അത് കേട്ടോടെ തന്നെ, ഓ അത് ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള, നീ ഇപ്പോൾ എന്തായാലും പോകണ്ട. നീ എന്തായാലും സൂര്യ സാറ് നിന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ നിന്നെ ഇത്രയും വലിയൊരു പോസ്റ്റിലോട്ടൊക്കെ സാറ് ആക്കിയത്. അത് നീ മനസ്സിലാക്കണം രാജേട്ടാ. വെറുതെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ സൂര്യ സാറിനെ സ്നേഹിക്കുന്നില്ലേ? അത് കേൾക്കുന്ന നന്ദിനിക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല കേട്ടോ. താൻ എന്തുത്തരാണ് അവിടെ നൽകുക എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. കനകമാണെങ്കിലോ നന്ദിനിയുടെ വായിൽ നിന്ന് ഇല്ല എന്ന് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അത് പറയുന്നില്ല നന്ദിനി. നന്ദിനി പറയുന്നത്, ദേ രാജേട്ട ഒന്ന് സംസാരം നിർത്തുന്നുണ്ട്, ആ കിറ്റിങ് എടുത്ത് തന്നെ ഞാനത് എടുത്തിട്ട് പോട്ടെ. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ സംസാരങ്ങൾ. മോളെ നീ പോയി കഴിഞ്ഞാൽ എനിക്കാണ് വഴക്ക് കേൾക്കുക, അത് നീ മനസ്സിലാക്കണം. സൂര്യസാരൻ നിന്നെ മാർക്കറ്റിലോട്ടൊന്നും വിടരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ഞാൻ വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. എന്നാൽ ഈ സമയം തൻ്റെ ഫോൺ പതിയെ കട്ടെടുക്കുകയാണ് കനകം. എന്നിട്ട് പതിയെ മറഞ്ഞു നിന്ന് മിത്രക്ക് വിളിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിവേകിനെയും ആരതിയാണ് കേട്ടോ. അപ്പോൾ ആരതിയോട് പറയാണ്, എന്തായാലും നന്ദിനിയുടെ ഒരു ഭാഗ്യം വന്നിരിക്കുന്നത്. നന്ദിനിക്കിപ്പോൾ ഭാഗ്യമാണോ അതോ കഷ്ടകാലമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതെന്താ നീ അങ്ങനെ പറയുന്നത്? എന്നാൽ ഈ സൂര്യനെ പിടികിട്ടതില്ല, ഏട്ടൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ വിവേക് പറയുന്നത് ശരിയാണ്, ഏട്ടൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഇപ്പോൾ പറയാൻ പറ്റില്ല. സൂര്യ എന്തൊക്കെയാണ്, എത്ര പെട്ടെന്നാണ് ഇത് ഈ ഒരു ഒപ്പിടൽ ചടങ്ങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആരതി ചോദിക്കുകയാണ്, അല്ല ഈ ഒപ്പിടുന്നതിൽ ഇനിയിപ്പോൾ നന്ദിനിക്ക് ഇപ്പം നന്ദിനി കമ്പനിയിലോട്ടും പോകേണ്ടി വരുമോ? അതൊന്നും അറിയില്ല, സൂര്യയുടെ തീരുമാനത്തിനൊപ്പമായിരിക്കും. അങ്ങനെയാണെങ്കിൽ പത്മക്കൊപ്പം നന്ദിനി ഇരിക്കുന്ന ആ ഒരു സീനായിരിക്കും ഇനി വരാനിരിക്കുന്നതെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന
വിവേകിനോട് ആരതി പറയണേ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, എന്നാൽ എനിക്ക് പേടിയുണ്ട്. അവൾക്ക് എത്രാമത്തെ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. അവരെ കൊല്ലാൻ പോലും മടിക്കില്ല. ആ വീട്ടിൽ താമസിക്കുന്ന കണ്ടാമൃഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നന്ദിനിക്ക് എന്ത് സംഭവിക്കും? അപ്പോൾ വിവേക് പറയും, അത് നീ പറയുന്ന കാര്യമാണ്. ഇത്രയും വെച്ചുണ്ടാക്കി ആ നന്ദി പോലും ആ പണ്ടാറങ്ങൾക്കില്ല എന്നൊക്കെയാണ് കേട്ടോ ആരതി പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ വിവേക് പറയാണ്, നീ ഒരു കാര്യം ചിന്തിക്കണം. ഈ പാവപ്പെട്ടവർക്ക് നമുക്ക് പണത്തിൻ്റെ വില അറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാവണം എന്നുള്ള ചിന്താഗതി നമ്മളിലുണ്ട്. എന്നാൽ പണക്കാർക്ക് അങ്ങനെയില്ല. അവരെ കിട്ടിയ അവസരമൊക്കെ വെച്ച് മുതലെടുക്കും. അവരുടെ സ്വഭാവം അതാണ്. അതൊന്നും മാറ്റാൻ പറ്റത്തില്ല എന്ന് പറയട്ടോ. എന്തായാലും എനിക്ക് എന്തൊക്കെയോ ഒരു പേടി വരുന്നു നന്ദിയുടെ കാര്യത്തിൽ. നന്ദിക്ക് എന്തോ ആപത്ത് സംഭവിക്കും, എന്തോ എൻ്റെ മനസ്സ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിവേകിനോട് പറയാണ്. പിന്നീട് കാണിക്കുന്നത് രാജുവിനെ തന്നെ. രാജു ഒരുപാട് തവണ ഫോൺ അടിക്കുകയാണ്, എടുക്കുന്നില്ല. അയ്യോ ടെൻഷനാവുന്നു. രാജുവിന് പണി ചെയ്യാൻ പറ്റുന്നില്ല. കൈ വിറക്കുന്നു, കാല് വിറക്കുന്നു. രാജു ചെയ്യുന്നതൊന്നും ഒത്തുപോകുന്നില്ല. അപ്പോഴാണ് കനകം കയറി വരുന്നത്. ഇതാരാ ഈ വിളിക്കുന്നത്? ആർക്കാ ഇത്ര അർജൻറ്റായി വിളിക്കുന്നത്? അത് ഇനിൻ്റെ തന്തക്ക് വിളിച്ചതാ എന്ന് പറയട്ടോ. അതങ്ങ് കേൾക്കുമ്പോൾ ഇതെന്തിനാ എൻ്റെ തന്തക്ക് വിളിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. നീ ഒന്നും മിണ്ടാതിരിക്കുന്ന, നീ നിൻ്റെ പണിയൊക്കെ എൻ്റെ ഫോൺ വിളി നീ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ കഴുകാൻ നോക്കുമ്പോൾ വെള്ളം തുറക്കുന്നില്ല, വെള്ളം വരുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടട്ടോ. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ ഉടൻ തന്നെ അത് ആർക്കെത്ര വിളിക്കുന്നത്? ഈശ്വര, ഞാൻ എന്തൊരു കഷ്ടമാണ്. 2 മണിക്കൂർ 3 മണിക്കൂറായി ഇവൾ പോയിട്ട് ഇതുവരെ വന്നില്ല. അപ്പോൾ ഉടൻ തന്നെ നന്ദിനിക്ക് വിളിച്ചതാണോ? അതെ, നന്ദിനിക്ക് വിളിച്ചത് തന്നെ. നന്ദിനി വന്നില്ല. 2 മണിക്കൂറായി അവൾ സാധനം മേടിക്കാൻ പോയിട്ട്. അവൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു. പണ്ടത്തെ ആ ഒരു ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ കനകം പറയണേ, പോയവൾക്ക് വഴി അറിയാലോ, പിന്നെ ഇപ്പം എന്തിനാ രാജുവായിട്ട് ഇത്ര കഷ്ടപ്പെടുന്നു? നീ ഒന്നും മിണ്ടാതിരുന്നത്, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാജു ഇറങ്ങുന്നു കേട്ടോ. അങ്ങനെ മാർക്കറ്റിലുള്ള അയാളോട് ചോദിക്കുകയാണ്, നന്ദിനി ഇങ്ങോട്ടേക്ക് വന്നിരുന്നോ? ഇപ്പോൾ സാധനം മേടിക്കാൻ വരാറില്ലല്ലോ എന്നൊക്കെ അയാൾ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനി വന്നിരുന്നോ എന്ന് തിരിച്ച് രാജുവിനോട് മറുപടി അയാൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദിനി പോയിട്ട് ഏകദേശം 2 മണിക്കൂറായി എന്ന് പറയണേ. എന്നാൽ ഈ സമയം കനകാണെങ്കിൽ പത്മക്കും അതുപോലെ ഇന്ദ്രജക്കും വിജയ്ക്കൊക്കെ ചായ കൊടുക്കാനായിട്ട് അങ്ങനെ അവർ ചായ കുടിക്കുകയാണ്. അങ്ങനെ ഈ ചായ കുടിക്കുന്ന ഇടയിലാണ്, അല്ല ഇവിടെയുള്ള മുതലാളിച്ചികളൊക്കെ എവിടെ? നന്ദിനിയും അതുപോലെ തന്നെ രാജുവേട്ടൻ നന്ദിനിയെ തിരക്കി പോയിരിക്കുകയാണ്. നന്ദിനി പച്ചക്കറി വാങ്ങാൻ പോയിട്ട് ഇതുവരെ വന്നില്ല. അപ്പോൾ പത്മയുടെ മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് രാജു കയറി വരുന്നത്. അപ്പോൾ രാജു ഓടിക്കൊണ്ട് പോകുമ്പോൾ, നീ ഇന്ന് അവിടെ നിന്ന് രാജു എന്ന് പറഞ്ഞിട്ട് പത്മ വിളിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ, അല്ല നീ എങ്ങോട്ടേക്കാണ് പോയിരുന്നത്? അത് പിന്നെ നന്ദിനിയെ പോയിട്ട് 2 മണിക്കൂറായി ഇതുവരെ കാണുന്നില്ല. ഞാൻ യതീന്ദ്രൻ സാറിനോടൊന്ന് പറയട്ടെ. അതെ, ഇവിടെ ആരോടൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പോഴേക്കും ഇന്ദ്രജ പറയാണ്, അവൾക്ക് ഇവിടെ മാത്രമല്ലല്ലോ, പച്ചക്കറി മാത്രമല്ല, അവൾക്ക് ഒരുപാട് ബന്ധങ്ങൾ കൂടുതലല്ല, അതുകൊണ്ട് തന്നെ അവൾ വേറെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാകുമെന്ന് പറയട്ടോ. അല്ല എന്നാലും യതീന്ദ്രൻ സാറിനെ വിവരം അറിയിക്കട്ടെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പത്മ പറയാണ്, ഇവിടെ വെറുതെ വിവരം അറിയിച്ച ഒരു ബഹളവും ഒച്ചയും ഉണ്ടാക്കാൻ നിൽക്കേണ്ട, അതുകൊണ്ട് വിവരം അറിയിക്കണ്ട, അവിടെ നിൽക്കട്ടെ എന്ന് പറയട്ടോ. അങ്ങനെ ഇതങ്ങ് കേൾക്കുമ്പോൾ വല്ലാതെ അങ്ങ് പേടി വരികയാണ് കേട്ടോ. അങ്ങനെ രാജു ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കുമ്പോഴാണ് സൂര്യ താഴോട്ട് ഇറങ്ങി വരുന്നത്. സൂര്യയെ യതീന്ദ്രനും, സൂര്യ സാർ അതില്ലേ നന്ദിനിയെ കാണുന്നില്ല, നന്ദിനി 2 മണിക്കൂറായി പച്ചക്കറി മേടിക്കാൻ പോയിട്ട് ഇതുവരെ നന്ദിനിയെ കാണുന്നില്ലെന്ന് പറയട്ടോ. അതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ദേഷ്യത്തോടു കൂടി സൂര്യ വെച്ചെടുക്കുകയാണ്. തന്നോട് ആരോട് ചോദിച്ചിട്ടാണ് താൻ സൂര്യയെ പണിക്ക് വിട്ടിരിക്കുന്നത്, നന്ദിനിയെ പണിക്ക് വിട്ടിരിക്കുന്നതെന്ന് സൂര്യ ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ്. എൻ്റെ ഭാര്യയെ പണിക്ക് വിടരുതെന്ന് തന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് താൻ ആ വാക്കിന് യാതൊരു വിലയും കൊടുക്കാതെ എന്തിനു വിട്ടു എന്നൊക്കെ ചോദിച്ചിട്ട് രാജുവിൻ്റെ നേർക്ക് വെച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഈ സമയം സൂര്യ വേഗം പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുകയാണ് തൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി. അപ്പോഴേക്കും ഒന്നവിടെ നിന്നേ, ഞാൻ എന്തായാലും ഒരു കാര്യം പറയട്ടെ. അടുക്കളക്കാരിയായിരുന്നവൾ ഇന്നിപ്പോൾ രാജകുമാരിയെ പോലെ സൈനിങ്ങിൻ്റെ ആ ഒരു കാര്യമൊക്കെ ചെയ്തു കൊടുത്തതിൽ ഇപ്പോൾ എന്താ ഉണ്ടായത്? എല്ലാം എടുത്തിട്ട് എവിടെ നിന്ന് പോയാണാവോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയാൻ കേട്ടോ, നന്ദിനി എന്തൊക്കെ എടുത്തു കൊണ്ടുവരുന്നത് നിങ്ങളുടെ കണക്ക് ലിസ്റ്റിലാണ്ട് എഴുതി വെച്ചേക്കുക, എന്നാൽ നിങ്ങൾക്ക് പ്രശ്നം അങ്ങ് തീർന്നു വരുമോ? ഈ കണക്ക് ലിസ്റ്റിൽ എഴുതിയാൽ പിന്നെ നിങ്ങളുടെ പ്രശ്നമൊക്കെ തീരുമല്ലോ എന്ന് പറഞ്ഞിട്ട് യതീന്ദ്രൻ മോനെ നീ ഇവിടെ തല്ലുകൂടാതെ നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് യതീന്ദ്രൻ വിളിച്ചു കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ യതീന്ദ്രൻ കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ആർക്കോ വിളിക്കുന്നുണ്ട്. സൂര്യ വല്ലാത്ത ടെൻഷനിലാണ്. നന്ദിനി മിസ്സിങ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും പത്മ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അടുത്ത ബാക്കി റിവ്യൂ ഇടാം കേട്ടോ.